ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നേരെ നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാർട്ടിങ്ങിനെ കാണിക്കുന്ന നമ്മുടെ തീ റൂമിൽ നിന്ന് അവൻ്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ ചോദിക്കേണ്ടത്, എന്താ മോനെ, എന്താണ്, സുഖമാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറഞ്ഞു, കുഴപ്പമില്ല അമ്മ, അങ്ങനെ പറഞ്ഞാൽ അവനെ സംസാരിച്ചും കൊടുക്കുകയാണ്. നേരെ പ്രിന്നെ അവൻ്റെ പിന്നാലെ നിന്ന് അവൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവന് ശരി അമ്മ, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് നേരെ തിരിഞ്ഞ് നോക്കുന്നത് നമ്മുടെ പ്രിന്നിൻ്റെ മുഖത്തേക്കാണ്. അപ്പോൾ പ്രിന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ബേബി അമ്മയോട് കടലട്ടും കൊണ്ടിരിക്കുകയാണോ അങ്ങനെ ചോദിക്കുക. അപ്പോൾ അവൻ പറയും, ഓ നിനക്ക് കുറച്ചെങ്കിലും മാനസ് എന്ന് പറയുന്ന സാധനമുണ്ടോ? ഒരാളിങ്ങനെ റൂമിൽ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ നീ ഇങ്ങനെ വന്ന് പിന്നാലെ നിന്ന് നോക്കുന്നതൊന്നും മാനസ് അല്ല, എന്താ നീ ഇങ്ങനെ? അപ്പോൾ പറയും, അപ്പോൾ പ്രിന്ന് പറയും, ഏയ് ഇത് എന്നും കൂടെ റൂമാണ്, എനിക്ക് എപ്പോൾ വേണോ വരിക പോവുക എന്ത് വേണോ ചെയ്യുക, ഇന്നിപ്പോൾ നിനക്കെന്താ വല്ല കുഴപ്പം? ഓ നിനക്ക് അത്ര വല്ല പ്രശ്നമാണെങ്കിൽ നീ നിൻ്റെ അമ്മനോട് കുറച്ച് പൈസ കടം ചോദിച്ചിട്ടേ വേറെ റൂം നോക്കി പോയിക്കൂടെ നിനക്ക്, നീ എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ പ്രിന്ന് വന്നിട്ട് തീനോട് ചോദിക്കുക. അപ്പോൾ തീ പറയും, ഓ നിനക്ക് എനിക്ക് അതിനും സൗകര്യമില്ല, നിനക്ക് വന്നിട്ട് നിൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ല, നിനക്ക് നിൻ്റെ ഗേൾ ഫ്രണ്ട് കൂടെ പുറത്ത് പോയിക്കൂടെ, വെറുതെ എന്തിനാ നീ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ചോദിക്കും. ഗേൾ ഫ്രണ്ട് ആർക്ക് എപ്പാ? ഞാൻ കണ്ടല്ലോ, നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിൻ്റെ കൂടെ നീ ഷോപ്പിങ്ങിലോട്ട് പോകുന്നത്. ഓഹോ, മോനത് കണ്ട് ജലസായോ? എന്താ മോനെ, എന്നോട് ഇഷ്ടമാണോ, ക്രഷാണോ, ജലസായോ അങ്ങനെ ചോദിച്ചാൽ അവനെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് എന്തിനും ജലസി ആർക്ക് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് തന്നെ നേരെ പുസിയും കിമ്മും വന്ന് പുറത്ത് എന്തോ പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവരത് ഒളിഞ്ഞു നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കയ്യിലുള്ള ബുക്സ് താഴെ വീഴും. അപ്പോൾ അത് കണ്ട് പ്രിന്നെ തിരിഞ്ഞു നോക്കും. അപ്പോൾ പുസി ആരാന്ന് ചോദിക്കുമ്പോൾ പുസി പറയും, ഞാനാണ്, ഒന്നുമില്ല, വരട്ടെ അങ്ങനെ ചോദിക്കും. ശരി വരുന്നോളൂ, എന്താ സംഭവം ചോദിക്കും. അപ്പോൾ തീ പറയാം, ഒന്നുമല്ല, നിങ്ങൾ വിചാരിച്ചിരുന്ന പോലെ തെറ്റായി വിചാരിക്കൊന്നുമില്ല, അതൊന്നുമില്ല, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങനെ പറയും. അപ്പോൾ പുസി പറയും, അങ്ങനെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ പ്രിന്ന് പറയും, നിങ്ങൾ കണ്ടു തന്നെയാണ്, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ എന്ന കാര്യം പറയാറ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പണി കണ്ടിന്യൂ ചെയ്തോളൂ, നമുക്ക് നാളെ സംസാരിക്കാൻ പറ്റുന്ന എന്തിനാ അടുത്ത ജന്മത്തിൽ കൂടെ സംസാരിക്കുക, എനിക്ക് അർജൻറ്റേ ഇല്ല അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പുസി അവിടെ നിന്ന് കിമ്മിനെയും കൂട്ടി പോവുകയാണ്. അപ്പോൾ ഇവരിവിടെ ജലസിയാണെന്ന് ചോദിച്ചാൽ അത് ടോപ്പിക്ക് പോയിങ്ങാണ്. അടുത്ത സീനിൽ നേരെ കാണിക്കുന്ന നമ്മുടെ കുഞ്ഞു റൂമിൻ്റെ പുറത്ത് വന്നിട്ട് പരിങ്ങി കളിക്കുകയാണ്. ഫോൺ എടുത്ത് വിളിക്കണോ വേണ്ടേ അങ്ങനെ ചോദിച്ച് പരിങ്ങി കളിക്കണം. എന്നിട്ട് റൂം ആദ്യം തട്ടുമ്പോൾ അവൻ ആരാണെന്ന് ചോദിക്കുള്ളൂ. നമ്മുടെ പ്രഫാനാണ് ഉള്ളിലുള്ളത്. അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ആദ്യം എന്ന് പറയാൻ വന്നിട്ട് പിന്നെ നിർത്തിയിട്ട് പിസ്സ ഡെലിവറി അങ്ങനെ പറയും. അപ്പോൾ ഞാൻ പിസ്സ ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ, പിന്നെ എന്താ, ഇല്ലല്ല ഇത് തന്നെയാണ് കറക്റ്റ് റൂം, ആ നമ്പറാണ്, ഓപ്പൺ ചെയ്യ് അങ്ങനെ പറയും. അപ്പോൾ അതിനിടയിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ വരും കേട്ടോ. പിന്നെ ഫ്രണ്ടിനെ ഫോൺ ചെയ്തിട്ട്, എന്താടാ നീ എവിടെ നിന്നാണ് അപ്പത്തിന് മുങ്ങിയത്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ആവശ്യം വന്നതിന് വേണ്ടി പോവുക, നീ പ്രൊഫസറിനോട് എന്തെങ്കിലും പറ. എന്ത് പറയാൻ, എനിക്ക് സുഖമല്ലെന്ന് പറയണേ, എന്താടാ നിനക്ക് അസുഖം, എന്താടാ ഈ ലോകത്ത് നിനക്ക് അസുഖങ്ങളുടെ പേരെന്നെ അറിയില്ലേ, കൈവേല കാലുവേദന എന്തെങ്കിലും ഒന്ന് പറ, അറ്റ്ലീസ്റ്റ് എനിക്ക് വയറുവേദന എന്തെങ്കിലും പറ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തൊലക്ക് പോ അങ്ങനെ പറഞ്ഞാൽ അപ്പത്തിനും പെർഫാൻ റൂം തുറക്കും. അങ്ങനെ റൂമിൻ്റെ ഉള്ളിലോട്ട് പോയി പെർഫാനോട് സംസാരിക്കാൻ മുതൽ പപ്പ പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന് മുഖത്ത് ചെറിയൊരു ഇഞ്ചുറി ആകും. അപ്പം അതായത് ചെറുതായിട്ടൊന്ന് വേദനിച്ച് തട്ടിപ്പോ ഡോറ് തട്ടുന്നതിന്. അപ്പോൾ അവന് ഓയിൻമെൻറ്റൊക്കെ ഇട്ട് കൊടുക്കുക, വാന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോയി ഓയിൻമെൻറ്റ് തേച്ചും കണ്ട് നിന്ന് അത് കഴിഞ്ഞ് അവൻ നേരെ ഇന്നലത്തെ ആ കിസ്സിനാണ് രണ്ടുപേരും ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് വിചാരിക്കും നമുക്ക് പ്രപ്പോസ് ചെയ്യാമെന്ന് പറയുന്ന മൈൻഡ് സെറ്റിൽ അത് വന്നിട്ട് ഇന്നലെ നമുക്ക് ബോധമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അപ്പോൾ പെർഫോം പറയും, നീ ഇങ്ങനെ വലിച്ചു നീട്ടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയടാ, അത് വന്നിട്ടില്ലേ എനിക്കില്ലേ, നിനക്ക് വേണോ അതിന് ശേഷം കൊടുക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഫോൺ വരും. അപ്പോൾ ഒരു മിനിറ്റ് അങ്ങനെ പറഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ബാത്റൂമിൽ പോയി നോക്കുമ്പോൾ എന്നാണ് നമുക്ക് അങ്ങ് ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ എന്താ പറയുന്നോട്, സോറി എനിക്ക് നീയായിട്ട് പിന്നെയും ജോയിൻ ചെയ്യണം, എന്നോട് നീ ക്ഷമിക്കില്ല അങ്ങനെ. അപ്പോൾ പറയാം, നമുക്ക് അങ്ങ് എനിക്ക് നിന്നോട് സംസാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലല്ല ഞാനുള്ളത്, നീ വെച്ചിട്ട് പോ അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് നേരെ പിന്നെ വന്നതിന് ശേഷം പിന്നെയും നമ്മൾ പെർഫോനെ കിസ് ചെയ്യാൻ പോകുന്ന പോലെ ഇങ്ങനെ വന്നിട്ട് എനിക്ക് നിന്നെ നീ അങ്ങനെ പറഞ്ഞ് കളിക്കുമ്പോൾ പെർഫോം പറയും, നീ എന്നും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, നമ്മൾ തമ്മിൽ എന്നും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും അങ്ങനെ പറഞ്ഞ് നിർത്തും. അപ്പം കുഞ്ഞും പറയും, ശരി ഓക്കെ, നിനക്ക് എങ്ങനെ വേണോ അങ്ങനെ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെ പറയും. അങ്ങനെ അടുത്ത സീനിൽ നേരെ കാണിക്കുന്ന നമ്മുടെ പ്ലോട്ടും ക്ലാവും കൂടെ സ്റ്റുഡൻസിനെ ഡ്രോയിങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ക്ലാ വന്നിട്ട് ഒരു ടീച്ചർ ഈ ട്യൂട്ടറായിട്ടാണ്, ഈ ഡ്രോയിങ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് ക്ലാസ് എടുത്ത് കുഞ്ഞു കുട്ടികളുണ്ടാവില്ല അവർക്കൊക്കെ. അപ്പോൾ പ്ലോട്ടും കൂടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഓരോന്ന് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്ലോട്ടിനടുത്ത് ക്ലാ പോയിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് അങ്ങനെ. ശരിയാണോ, എന്നാൽ നീ എൻ്റെ കൂടെ ജോയിൻ ചെയ്യും അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പ്ലോട്ടിനെ കൂട്ടിയിട്ട് വന്ന് കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട്, ഇതാണ് നമ്മുടെ പ്ലോട്ട്, എൻ്റെ ബ്രദർ, എൻ്റെ പുതിയ ഫ്രണ്ടാണ്, നിങ്ങൾക്ക് ഇനിയൊരു ബിഗ് ബ്രദറിനെ കിട്ടിയ പോലെയാണ്, ഇവനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് ഓക്കെ ആണ് ചോദിക്കുമ്പോൾ അപ്പോൾ കുട്ടികളൊക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ക്ലാപ്പ് ചെയ്ത് അവനെ ജോയിൻ ചെയ്യിക്കുമ്പോൾ അവനും അതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുട്ടികളോട് എല്ലാവരും ഹാപ്പി ഓക്കെ ഇനി നെക്സ്റ്റ് ടൈം കാണാമെന്നൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞു വെച്ചിട്ടും അപ്പോൾ പ്ലോട്ട് പറയും, ഞാൻ അടുത്ത പ്രാവശ്യം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൻ്റെ കൂടെ വരാം
അങ്ങനെ പറയും. അപ്പോൾ ക്ലാവർ ആണോ എന്നാൽ വാ നിനക്ക് ഞാൻ ഡിലീഷ്യസ് ആയിട്ടുള്ള നല്ലൊരു കേക്ക് വാങ്ങിച്ചിരാ അങ്ങനെ പറഞ്ഞിട്ട് അവനെ കൂട്ടിയിട്ട് പോയി അവർ രണ്ടുപേരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടാവും ആ വഴി അവൻ്റെ ഒരു ഫ്രണ്ട് വരുന്നത് പ്ലോട്ടിൻ്റെ ഫ്രണ്ടാണ് വരുന്നത്. പ്ലോട്ടിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഹായ് മച്ചാ നീയോ ഞാൻ തന്നെ നീയോ അങ്ങനെ പറഞ്ഞ് മലയാളി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പ്ലോട്ടിനെ വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും ക്ലാർക്ക്. ഇതാണ് പാച്ച് എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ ഞാനൊരു ട്യൂട്ടറാണ് എന്ന് പറയും. ഞാനൊരു ട്യൂട്ടറാണ്. ഓക്കെ നിങ്ങൾ എന്തല്ല ഞാൻ എങ്ങനെ ഗേൾസിനോട് ഫ്ലേർട്ട് ചെയ്യാമെന്ന് പഠിപ്പിച്ചെടുക്കുന്നില്ലേ എക്സ്പേർട്ടാണ്. ആണോ എനിക്കും കൂടെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കുക. എനിക്ക് ഇന്നേ വരെ ഒരു ഗേൾ ഫ്രണ്ട് സംസാരിക്കാൻ പോലും അറിയില്ല. എനിക്ക് ഏതെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടൊക്കെ വേണ്ട ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ അങ്ങനെ അവർ സംസാരിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആ റെസ്റ്റോറൻറ്റിലുള്ള ഒരു ഗായ് വന്നിട്ട് പറയും പാച്ച് നിന്നെ തെരഞ്ഞെടുത്ത 3 ഗേൾസ് വരുന്നുണ്ട്. അയ്യോ ഒരേ ടൈമിൽ എന്നെ അറ്റാക്ക് ചെയ്തതിനാ. അപ്പോൾ പ്ലോട്ട് ബൈ ബൈ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇനി അവിടെ നിന്നാൽ ചിലപ്പോൾ ഞാൻ ആവിയാകും അങ്ങനെ പറഞ്ഞാൽ പാച്ച് അവിടെ നിന്ന് ഓടുമ്പോൾ ക്ലാബർ നിനക്ക് നല്ല ഫ്രണ്ട്സിനെയാണല്ലോ കിട്ടിയിരിക്കണേ. നിൻ്റെ ഫ്രണ്ട് ഇത്ര പെട്ടെന്ന് എസ്കേപ്പ് ആയോ എന്ന് ചോദിക്കാം. ശരി വിട് അവനെ വിട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കേക്ക് കഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പ്ലോട്ടിന് ഫോൺ വരും. ആരാന്ന് വെച്ചാൽ നാളെ പ്രിന്നാണ്. അപ്പോൾ എനിക്ക് ഏത് ഹോസ്പിറ്റൽ ഏതാ ശരി ഓക്കെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്ത് നമ്മുടെ ക്ലാനോട് പറയാം. ഓക്കെ പ്രിന്ന് സുഖമല്ല, പ്രിന്ന് എന്തോ പറ്റി, പ്രിന്ന് ഹോസ്പിറ്റലിലുള്ളത് ഞാൻ പോയി നോക്കിയിട്ട് വരാം. ശരി ഓക്കെ വാ ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, ബൈ ബൈ.